34ാമത് തൊടുപുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവത്തിന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. 34ാമത് തൊടുപുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള രചനാ മത്സരങ്ങൾക്ക് തൊടുപുഴയിൽ തുടക്കമായി. കലോത്സവത്തിന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലാണ് രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. LP വിഭാഗത്തിന്റെ കടങ്കഥ മത്സരം, അറബി കലോത്സവം, സംസ്കൃതോത്സവത്തിന്റെ രചനാ മത്സരങ്ങൾ, ചിത്രരചന, കാർട്ടൂൺ, ജലച്ഛായം ഉൾപ്പെടെയുള്ള രചനാ മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. രാവിലെ 9:30-ക്ക് ആരംഭിച്ച മത്സരങ്ങൾ വൈകിട്ട് 4:30-യോടെയാണ് സമാപിച്ചത്. ദിനമായി ഇന്ന് രചനാ മത്സരങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിനകത്ത് LP വിഭാഗത്തിന്റെ കടങ്കഥ മത്സരങ്ങളും അതോടൊപ്പം തന്നെ LP അറബി കലോത്സവവും സംസ്കൃതോത്സവത്തിന്റെ രചനാ മത്സരങ്ങൾ, അതുപോലെ കാർട്ടൂണ്, കൊളാഷ്, ചിത്രരചന, ജലച്ഛായം, പെൻസിൽ ഡ്രോയിങ് ഇങ്ങനെയുള്ള രചനാ മത്സരങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാം രാവിലെ 9:30-ക്ക് ആരംഭിച്ചു. 2 മണിക്കൂറാണ് രചനാ മത്സരങ്ങളുടെ സമയം. ഈ 2 മണിക്കൂർ ഇടവേളയിൽ 9:30 തൊട്ട് 11:30 വരെയും 12 മണി തൊട്ട് 2 മണി വരെയും 2 മണി തൊട്ട് 4 മണി വരെയാണ് ഇതിന്റെ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. കുട്ടികൾ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു. നവംബർ 19, 20, 21 തീയതികളിൽ കരിമണ്ണൂർ സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സ്റ്റേജ് ഇനങ്ങൾ നടക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 5800-ലധികം കുട്ടികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്നും പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റേജ് ഇനങ്ങൾ കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ആകെ 12 സ്റ്റേജുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. 3 ദിവസങ്ങളിലാണ്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിട്ട് 5842 കുട്ടികളാണ് ഈ വർഷം മത്സരിക്കാൻ വരുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വർഷം പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ ആദിവാസി ഇനങ്ങൾ 5 ഇനങ്ങളും കാഴ്ചക്കാർക്ക് ഏറ്റവും കൗതുകമുണർത്തുന്ന ഒന്നാണ്. ഏറ്റവും കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നിന്നും ഏതാണ്ട് 600ഓളം കുട്ടികളുടെ വർധനമാണ് ഈ വർഷം കലോത്സവത്തിന് ഉണ്ടായിരിക്കുന്നത്. 5842 കുട്ടികളാണ് ഈ വർഷത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 12 സ്റ്റേജുകളും 116 ജഡ്ജസുകളും ആണ് ഈ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. കലോത്സവത്തിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിൻഡോ ജോർജ്, ജോയിന്റ് കൺവീനർ ദീപു ജോസ്, കോർഡിനേറ്റർ സിനു സണ്ണി എന്നിവർ പറഞ്ഞു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. എല്ലാവർക്കും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലായിടത്തും നെറ്റ്. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.